കളമശ്ശേരി കഞ്ചാവ് കേസിൽ ഒരാൾ കൂടി പിടിയിലായി. പോളിടെക്നിക് 3ാം വർഷ വിദ്യാർത്ഥി അനുരാജിനെയാണ് അറസ്റ്റ് ചെയ്തത്. കഞ്ചാവ് ആവശ്യമുള്ളവരിൽ നിന്ന് പണം ശേഖരിച്ച് കൈമാറിയത് അനുരാജ് എന്ന് പോലീസ് പറഞ്ഞു. KSU നേതാക്കളായ ഷാലിഖും ആഷിഖും ചേർന്ന് കൊണ്ടുവന്ന 4 പാക്കറ്റ് കഞ്ചാവ് ആകാശിന്റെ മുറിയിലെത്തിച്ചതും അനുരാജ് എന്നും പോലീസ് അറിയിച്ചു. ഉമേഷ് വാർത്തയുടെ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ഉമേഷ്, ഈ കഞ്ചാവ് കച്ചവടങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു കണ്ണുകൂടിയാണ് ഇപ്പോൾ ഈ അനുരാജ്. ഈ ഷാലിഖും ആഷിഖും ചേർന്ന് കൊണ്ടുവന്ന കഞ്ചാവ് പാക്കറ്റ് ആകാശിന്റെ മുറിയിൽ എത്തിച്ചത് അനുരാജ് ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാളെ എവിടെ നിന്നാണ് പിടികൂടിയത്? മനു, അതെ, ഈ കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് ഈ കഞ്ചാവ് പിടികൂടിയതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരാളെ തന്നെയാണ് പോലീസ് പിടികൂടിയത്. കളമശ്ശേരി പരിസരത്ത് നിന്ന് തന്നെയാണ് ഈ അനുരാജിനെ പിടികൂടിയത് എന്നാണ് പോലീസ് പറയുന്നത്. ഈ ആവശ്യക്കാർക്ക് കഞ്ചാവ് ആവശ്യമുള്ളവരിൽ നിന്ന് പണം ശേഖരിച്ച് കൈമാറിയത് അനുരാജാണ് എന്നാണ് പറയുന്നത്. അതായത് ഇവരിൽ നിന്ന് പണം സ്വരൂപിച്ച ശേഷം അത് KSU നേതാക്കളായ ഷാലിഖിനും ആഷിഖിനും ആ പണം കൈമാറുന്നു. ആ പണം ഉപയോഗിച്ച് രണ്ടുപേരും, അതായത് ഷാലിഖും ആഷിഖും ചേർന്ന് പുറത്തു നിന്ന് കഞ്ചാവ് പണം കൊടുത്ത് വാങ്ങി അത് തിരികെ പാക്കറ്റുകളായി തിരികെ അനുരാജിനെ ഏൽപ്പിക്കും. അനുരാജാണ് പിന്നീട് അത് മറ്റുള്ളവർക്ക്, ആവശ്യക്കാർക്ക് വിതരണം ചെയ്തിരുന്നത് എന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് മൊത്തത്തിൽ 4 പാക്കറ്റ് കഞ്ചാവ് ഇങ്ങനെ പുറത്തു നിന്ന് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അത് പിന്നീട് അനുരാജിന് കൈമാറി. അനുരാജാണ് അത് ഈ 4 പാക്കറ്റ് കഞ്ചാവ് ഈ ആകാശിൻ്റെ മുറിയിലേക്ക് എത്തിച്ചത്. ആകാശിൻ്റെ മുറിയിൽ നിന്നാണ് പിന്നീട് 2 കിലോയോളം കഞ്ചാവ് പാക്കറ്റ് പിടികൂടിയത്. ഇനി അവശേഷിക്കുന്ന 2 പാക്കറ്റ് കൂടി കണ്ടെത്താനുമുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കണ്ണിയെ തന്നെയാണ് പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. അനുരാജിനെ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയിരിക്കുകയാണ്. ഇനി അവിടെ നിന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നതടക്കമുള്ള തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. ഓരോരുത്തരെയായി, അതായത് സംശയം വരുന്ന ഓരോരുത്തരെയായി പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. അവരുടെ പങ്കാളിത്തം വ്യക്തമായാൽ അറസ്റ്റ് എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതേസമയം ഈ നേരത്തെ അറസ്റ്റിലായ KSU നേതാക്കൾ ഷാലിഖ്, ആഷിഖ്, ഇവർ നേരത്തെയും ലഹരി ഇടപാട് നടത്തിയിരുന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇരുവരും കഴിഞ്ഞ 1 വർഷമായി ഈ ലഹരി ഇടപാട് നടത്തുന്നുണ്ട്. പുറത്തു നിന്ന്, അതായത് ഇതര സംസ്ഥാനക്കാരിൽ നിന്നടക്കം കഞ്ചാവ് ശേഖരിച്ചാണ് ഇവർ ക്യാമ്പസിലേക്ക്, ഈ കോളേജ് ഹോസ്റ്റലിലേക്ക് അടക്കം എത്തിച്ചിരുന്നത് എന്നുള്ളതാണ് ഇവർ തന്നെ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഇത് ഇങ്ങനെ അനുരാജാണ് ഇങ്ങനെ പണം സ്വരൂപിച്ച് തങ്ങൾക്ക് കൈമാറിയിരുന്നത് എന്നും ഷാലിഖും ആഷിഖും മൊഴി നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അനുരാജിനെ കൂടി ഇന്ന് പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇനി കണ്ണികളായി പ്രവർത്തിച്ച മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. ഒപ്പം ഈ KSU നേതാക്കളായ ഷാലിഖും ആഷിഖും ഇവർ 2023 കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്ന് സെം ഔട്ടായതാണ്. അവരുടെ 2025 വരെയാണ് അവർ അവിടെ പഠിക്കേണ്ടിയിരുന്നതെങ്കിലും ഹാജർ അടക്കം ഇല്ലാതിരുന്നതിനെ തുടർന്ന് അവർ സെം ഔട്ടായി. ഇങ്ങനെ സെം ഔട്ടായതിനു ശേഷം കഴിഞ്ഞ വർഷവും ഈ കഴിഞ്ഞ ക്രിസ്മസ് സമയത്തും ഈ 2 പേരും ഇത്തരത്തിൽ ക്യാമ്പസിലേക്ക് അനധികൃതമായി കടന്ന് അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു എന്ന് അധ്യാപകരടക്കം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഏതായാലും പോലീസ് ഓരോരുത്തരെയായി പിടികൂടുകയാണ്. വരും ദിവസങ്ങളിലും കൂടുതൽ അറസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. മനു. ഉമേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.